ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പറയാൻ പോകുന്ന മലയാറ്റൂർ മല കയറിയതാണ്. അപ്പോൾ നമ്മൾ ഞായറാഴ്ച രാത്രി 9:30 ആയപ്പോൾ ഇവിടുന്ന് തിരിച്ച് 12:45 ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. 2 മണിയോടുകൂടി മല അങ്ങോട്ട് കയറി. ആദ്യമേ സ്റ്റീവ് ഭയങ്കര വഴക്കായിരുന്നു. എങ്കിൽ പോലും നമ്മൾ സ്ലിങ്ങയിലൊക്കെ അങ്ങോട്ട് ഇട്ട് മലയൊക്കെ അങ്ങോട്ട് കയറി. അപ്പോൾ ആദ്യമേ ജിജി ആയിരുന്നു. ജിജി ഞാനിവിടെ കൈമാറിയെടുത്ത്. പിന്നെ മമ്മി ഉണ്ടായിരുന്നു, ലീ ചേച്ചി ഉണ്ടായിരുന്നു, മിനി ചേച്ചി ഉണ്ടായിരുന്നു, ശൈല ചേച്ചി ഉണ്ടായിരുന്നു, നിഖിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ച് അങ്ങ് കയറി. 14 കുരിശടിയാണുള്ളത്. പിന്നെ അവിടെ ആനകുത്തിയ പള്ളി, ഉറവ, പിന്നെ നമ്മുടെ തോമാസ് ലീഗയുടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് തോമാസ് ലീഗയുടെ കാൽപ്പാടുള്ള പാറയുണ്ട്, പൊന്നും കുരിശുണ്ട്. അതിൻ്റെ ഇടയ്ക്കായിട്ട് 3 പള്ളിയുമുണ്ട്. അപ്പം നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്രോസ് പോയിൻറ്റ്സിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുരിശടിയിലും നമ്മൾ ദീപം തെളിക്കണം, അല്ലെങ്കിൽ തിരി കത്തിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മളൊരു അജണ്ടയൊക്കെ വെച്ചാൽ കയറി. നമ്മളിപ്പോൾ ഏതൊരു കാര്യം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് നടത്തിയെടുക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത്. ആഗ്രഹം പൊന്നിൻ മുത്തപ്പൻ അല്ലെങ്കിൽ പൊന്നിൻ കുരിശടി മുത്തപ്പോ എന്ന് നമ്മൾ പറഞ്ഞ് നമുക്ക് സാധിച്ചു കിട്ടി. പക്ഷേ ഇതൊന്നുമല്ല. ഒട്ടനവധി ആൾക്കാർ നടന്ന് കുരിശ് ചുമന്ന് ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനകളാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മുന്നിലൊന്നുമല്ല. ഈ മല കയറാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ്, നല്ലൊരു ടാസ്ക്കാണ്. എങ്കിൽ പോലും നമ്മുടെ കൂടെ ദൈവമുണ്ട്. അത് സത്യമായ കാര്യമാണ്. മലയൊക്കെ നമുക്ക് പുഷ്പം പോലെ കയറാൻ പറ്റും. ഏകദേശം 48 മിനിറ്റ് കൊണ്ട് നമ്മളിതിൻ്റെ മുകളിൽ കയറി. വളരെ ശ്രദ്ധയോടുകൂടിയും കുഞ്ഞും ഉണ്ടായിരുന്ന കയ്യിൽ അത് വെച്ച് കയറാൻ സാധിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോയിൻറ്റ്സിലും നല്ല നമുക്ക് കുടിവെള്ളം കിട്ടും. പിന്നെ താഴെയാണ് ടോയ്ലറ്റ് സൗകര്യം ഉള്ളത്, മുകളിലാണ് ടോയ്ലറ്റ് സൗകര്യം ഉള്ളത്. പിന്നെ ഇതിൻ്റെ സെൻറ്റ് തോമസിൻ്റെ തന്നെ ടീ സ്റ്റാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് വിലക്കുറവുള്ളത്. അല്ലാത്തടത്തൊക്കെ ഒരു ചായയൊക്കെ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ 30 രൂപയൊക്കെയാണ്. ഭയങ്കര റേറ്റാണ് അവരെടുക്കുന്നത് കേട്ടോ. പലയിടത്തും പല റേറ്റാണ്. അങ്ങനെ സ്റ്റീവ് താഴെ തൊട്ടേ തലേദിവസം തൊട്ടേ ഉറക്കളച്ചിരിപ്പായിരുന്നല്ലോ. അപ്പം പിറ്റേ ദിവസം വെളുപ്പിനെയാണല്ലോ കയറിയത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഉറക്കത്തിൻ്റെ കുറവ് കാരണം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. എന്തായാലും ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ആയെന്ന് പറഞ്ഞ മാതിരിയായിപ്പോയി. മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ കരച്ചിലും നിന്നു, അവൻ്റെ വഴക്കും തീർന്നു, ആൾ ഹാപ്പിയായി. പിന്നെ നമ്മൾ എന്താ പറയുക, തോമാസ് ലീഗയുടെ ആ ഒരു സ്റ്റാച്ചുവിലേക്ക് പോയി. അവിടെ ചെന്ന് 3 തവണ പ്രദക്ഷിണമൊക്കെ നടത്തി. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ അരി ഉണ്ടായിരുന്നു നേർച്ചയായിട്ട്, അതൊക്കെ ഇട്ടു നേർച്ച കാഴ്ചകളൊക്കെ കൊടുത്ത് വളരെ സന്തോഷപൂർവ്വം അവിടെ കുറച്ച് നേരം ഇരുന്നു. ആന കുത്തിയ പള്ളിയുടെ സൈഡിലായിട്ട് ഇരിക്കാനായിട്ടൊരു സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയ പാറയുണ്ട് സ്ലോപ്പായിട്ട്. അവിടെ കുറേ നേരം ഇരുന്ന് ഞങ്ങൾ വിശ്രമിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ നീരുറവയുണ്ട് കേട്ടോ. ഒരിക്കലും വറ്റാത്ത ഉറവ. 1300 അടി സമുദ്രനിരപ്പിലാണ് ഇത് നിൽക്കുന്നത്. അത്രയും പൊക്കത്തിലിരിക്കുന്നിടത്തുനിന്ന് ഒരിക്കലും വറ്റാത്ത ഉറവയാണ് ആ ഉറവ. അത് 10,000 പേര് വെള്ളമെടുത്തെന്ന് പറഞ്ഞാൽ വറ്റാത്ത ഒരു കിണറായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇതിനകത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് 12 വയസ്സുള്ളപ്പോൾ എങ്ങാണ്ട് ഈ മല കയറിയതാണ്. 2 തവണയും കണ്ട്. ഇപ്പോൾ എൻ്റെ ടോട്ടൽ 3ാമത്തെ തവണയാണ്. 2 തവണ ആ കൊച്ചിലെ സമയത്ത് വന്നിട്ടുണ്ട്. പിന്നെ 25 വർഷത്തിന് ശേഷമാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ അത് തന്നെ ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക, കരുണ എന്ന് പറഞ്ഞാൽ മതി. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയും പ്രാർത്ഥനയോട് കൂടിയും നമ്മൾ ഈ മലയെല്ലാം കയറി. ഇതിൻ്റെ മുകളിലൊക്കെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ സ്റ്റീവ് ഹാപ്പിയായി. ഇപ്പോൾ സ്റ്റീവിന് ഞങ്ങൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആപ്പിളൊക്കെ പുഴുങ്ങിക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. പിന്നെ പഴവും ഉണ്ടായിരുന്നു, പഴവും കൊടുത്തു. അങ്ങനെ ആപ്പിൾ പുഴുങ്ങിയതും പഴമൊക്കെ തിന്ന് ആശാൻ അവിടെ ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക, ആന കുത്തിയ പള്ളിയൊക്കെ കണ്ടു. ആന കുത്തിയ പള്ളി എന്ന് പറയുമ്പോഴത്തേക്കും ആന നേരത്തെ വന്ന് കുത്തിയ ഒരു പള്ളിയാണ്. അവിടെ ഫ്രെയിം ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരുപാട് പേരുടെ പല വിശ്വാസങ്ങൾ അവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട്, നേർച്ച കാഴ്ചകൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പൊന്നും കുരിശ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം താഴെ തോമാസ് ലീഗയുടെ പാറപ്പുറത്ത് തോമാസ് ലീഗയുടെ കാൽപ്പാട് അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ മലയിറക്കം എന്നുള്ളത് ഇച്ചിരി ടാസ്ക്കുള്ള പരിപാടിയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഇപ്പം ഞാൻ കുഞ്ഞിനെയും സ്ലിങ്ങിലിട്ടുണ്ട് മലയെല്ലാം ഇറങ്ങി. നല്ല ദൈവത്തിൻ്റെ ഒരു ഹിതം. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിനകത്തിൽ ആണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ അധികം സംസാരിക്കാൻ പാടില്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, നിശബ്ദത പാലിക്കുക എന്നെഴുതി വെച്ചിട്ടുണ്ട്. മാതാവിൻ്റെ രൂപം ത്രോണോസിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് പള്ളിയൊക്കെ അലങ്കരിച്ചേക്കുന്ന എന്ത് രസമാണെന്നറിയാം. കാണാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ പാറയുടെ തൊട്ട് സൈഡിലോട്ട് മാറിയാണ് നീരുറവയുള്ളത്. അപ്പോൾ ഉറവയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴോട്ട് നടക്കുമ്പോഴാണ് പൊന്നും കുരിശ് കാണുന്നത്. പൊന്നും കുരിശിൻ്റെ തൊട്ട് താഴെയാണ് തോമാസ് ലീഗയുടെ കാൽപാദമുള്ള പാറയുള്ളത്. അങ്ങനെയാണ് ഈ സൈഡിലോട്ട് മാറിയാണ് തൊട്ട് താഴെയാണ് ഉറവയുള്ളത്. അപ്പോൾ ഈ പള്ളിയുടെ തൊട്ട് താഴെ വേറൊരു പള്ളിയുണ്ട്. ഈ പള്ളിയുടെയും തൊട്ട് താഴെ അടുത്ത പള്ളിയുണ്ട്. അങ്ങനെ 1, 2, 3 പള്ളികളോളം ഈ മലയുടെ മുകളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. ആനകുത്തിയ പള്ളി,
ഈ ഒരു പള്ളി, അതിൻ്റെ തൊട്ട് താഴെ വേറൊരു പള്ളി. ഓക്കെ ഗൈസ്, അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് 2025 ഏപ്രിൽ മാസം മലയാറ്റൂർ പോയതിൻ്റെ വീഡിയോ ആണ് ഇത് കേട്ടോ. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. No, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up. No, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up.